നമസ്കാരം. കേരളത്തിലെ കണ്ണൂരിൽ നിന്നും ഒരു സ്ത്രീരത്നം ലോക മാധ്യമങ്ങൾ മാതൃകയാക്കാൻ പറയുകയാണ് ആ സഖാവിൻ്റെ പ്രവർത്തനങ്ങളെ. പോരാട്ട വീര്യം ഒട്ടും കുറയാതെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ദീർഘവീക്ഷണം കാഴ്ചവെച്ച ആ സഖാവ് നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ. അതെ, നമ്മളെല്ലാവരും ടീച്ചർ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി. 2020 മാർച്ച് 14 ഇന്ത്യൻ വാർത്താ സൈറ്റുകൾ ശൈലജ ടീച്ചറിൻ്റെ ചിത്രം പ്രൊഫൈലാക്കി. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് സോഷ്യൽ മീഡിയയിലെ പല സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായപ്പോൾ അവിടെ ഉദിച്ചുയർന്നത് ശൈലജ ടീച്ചറിനെ പോലെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഭരണാധികാരികളാണ്. ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, 80കളിലെ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു ശൈലജ ടീച്ചർ. തൻ്റെ പ്രവർത്തനങ്ങൾ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കി നാടിനു വേണ്ടി തൻ്റെ സേവനം അർപ്പിക്കണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടി പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിയതാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി. കുട്ടികളെ മോനെ മോളെ എന്ന് വിളിച്ച് സ്നേഹിച്ചും ശാസിച്ചും ഏത് മനസ്സോടുകൂടിയാണോ ടീച്ചർ 80കളിൽ പ്രവർത്തിച്ചിരുന്നത്, അതേ രീതി തന്നെയാണ് ഇപ്പോഴും ആരോഗ്യമന്ത്രി കൂടെയുള്ള സഹപ്രവർത്തകരോടും കാണിക്കുന്നതും. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് മാടത്തിൽ സ്വദേശിനിയാണ് ശൈലജ ടീച്ചർ. 1956 നവംബർ 20 കെ കുണ്ടന്റെയും കെ ശാന്തയുടെയും മകളായി ജനിച്ച ഈ ആരോഗ്യമന്ത്രി നമ്മൾ ഓരോ മലയാളിക്കും അഭിമാനമാണ്. ടീച്ചർ NSS കോളേജ് മട്ടന്നൂരിൽ വെച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി. ആ SFI വിദ്യാർത്ഥിനി പിന്നീട് DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായി. അതിനുശേഷം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ സെക്രട്ടറിയായി വരെ പ്രവർത്തിച്ചു. പിന്നീടാണ് നിയമസഭയിലോട്ട് വരുന്നത്. 1996 പഴയ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും 2006 പേരാവൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭാംഗമായി. 2016 കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും 67,013 വോട്ട് നേടി 12,291 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതിനുശേഷമാണ് ടീച്ചർ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ആരോഗ്യം, സാമൂഹികക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായത്. ടീച്ചറുടെ കാലത്താണ് കുട്ടികൾക്കും വനിതകൾക്കും വേണ്ടി പ്രത്യേകം ഒരു വകുപ്പ് തന്നെ വേണം എന്നുള്ള ടീച്ചറുടെ കരുതലിൽ നിന്നുമാണ് സാമൂഹികക്ഷേമ വകുപ്പിനെ വനിതാ ശിശു വികസന വകുപ്പായി 2ആയി വിഭജിച്ചതും. ടീച്ചറുടെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ടീച്ചറുടെ കുടുംബവുമാണ്. അധ്യാപകനായി റിട്ടയർ ചെയ്ത കെ ഭാസ്കരനാണ് ഭർത്താവ്. ശോഭിത്, ലസിത് എന്നു പേരുള്ള എഞ്ചിനീയർമാരായ 2 ആൺമക്കളും ടീച്ചറിനുണ്ട്. ടീച്ചർ കാണിക്കുന്ന ഒരു സഖാവിൻ്റെതായുള്ള പോരാട്ട വീര്യം ഓരോ വനിതയ്ക്കും മാതൃകയാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ കൊറോണ സമയത്ത് ടീച്ചർ കാണിച്ച ശാസ്ത്രീയ അവബോധത്തോടു കൂടിയുള്ള പ്രവർത്തന മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും സുരക്ഷിതമായി അവരവരുടെ വീടുകളിൽ കഴിയുന്നതും. നിപ്പയുടെ സമയത്തും ടീച്ചർ കാണിച്ച ആർജവം നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കേരളീയ ജനതയ്ക്ക് പകർന്നു കൊടുത്ത ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല. ടീച്ചറുടെ പ്രവർത്തന മികവുകളെ കുറിച്ച് പറഞ്ഞാൽ ടീച്ചർ പറയും, ഞാൻ മാത്രമല്ല, എൻ്റെ ടീമാണ് ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിലെന്ന്. കളക്ടർ മുതൽ DMO വഴി ആശാ വർക്കർ വരെയുള്ള ഓരോ ജീവനക്കാരൻ്റെയും പേരെടുത്ത് പറഞ്ഞ് ടീച്ചർ അഭിനന്ദിക്കും. അതാണ് ശൈലജ ടീച്ചർ. അവർ ഉണ്ണാതെയും ഉറങ്ങാതെയും കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ അതിജീവിച്ചതെന്ന് പറയും ടീച്ചർ. ടീച്ചറിന്റെ കരുതലും സ്നേഹത്തോടും കൂടിയുള്ള ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഏതൊരു പ്രവർത്തകനാണ് ടീച്ചറിനൊപ്പം നിന്ന് ആത്മാർത്ഥമായി കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ കഴിയാത്തത്? നിപ്പ കേരളത്തെ വിറപ്പിച്ച സമയത്തും രാത്രി ഉറങ്ങാതിരുന്ന് വെളുപ്പിന് 2 മണിയായപ്പോൾ അവസാനത്തെ രോഗിയുടെ സാമ്പിളും നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞതിനു ശേഷം മാത്രമാണ് ടീച്ചർ ഒന്ന് കണ്ണടച്ചതും. ഇപ്പോൾ ഈ കോവിഡിന്റെ സമയത്തും ചൈനയിലെ വുഹാനിൽ നിന്നും വന്ന ആ 3 മെഡിക്കൽ വിദ്യാർത്ഥികൾ രോഗം ഭേദമായി പോവാൻ സമയത്ത് ടീച്ചറിനോട് പറഞ്ഞത്, ഞങ്ങൾ മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ മാതൃക ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. സേവന മനോഭാവമുള്ള ഡോക്ടറാവാൻ ഈ അനുഭവം തങ്ങളെ പഠിപ്പിച്ചു എന്നാണ്. അതുപോലെ തന്നെ സമൂഹത്തിനോട് യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാതെ പ്രവർത്തിച്ച റാന്നി സ്വദേശികളെ കുറിച്ചും ടീച്ചർ ഒരൽപ്പം വേദനയോടെ പറഞ്ഞത്, ഇവർ എങ്ങനെയാണ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് പുറത്തു വന്നതെന്ന് അറിയില്ല. വേണമെങ്കിൽ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്കെതിരെ ആക്ഷൻ എടുക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. ഇതാണ് ശൈലജ ടീച്ചർ. ടീച്ചർ കാണിക്കുന്ന ഈ മാനുഷിക മൂല്യം തന്നെയാണ്
ടീച്ചറിനെതിരെ വരുന്ന കല്ലേറുകളെ ചെറുക്കാൻ ടീച്ചറിന് ശക്തി പകരുന്നതും. കോവിഡ് അവലോകനം നടത്താൻ വേണ്ടി ടീച്ചർ പത്രസമ്മേളനം വിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരോഗ്യമന്ത്രിക്ക് മീഡിയ മാനിയ ആണെന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ ടീച്ചർ മറുപടി പറഞ്ഞത്, കല്ലേറുകൾ അതിന്റെ വഴിക്ക് പോകട്ടെ, അമ്മയെ തല്ലിയാലും വരും രണ്ട് പക്ഷം, നമ്മളിപ്പോൾ മരിക്കാതിരിക്കാനുള്ള ഒരു യുദ്ധത്തിലാണ്, ആ യുദ്ധത്തിന് പിന്നിൽ നമുക്ക് അണിചേരാം. ഇതായിരുന്നു ടീച്ചറുടെ വാക്കുകൾ. അതെ, നമുക്ക് ഓരോരുത്തർക്കും ഈ ആർജവ വീര്യവും പോരാട്ട മനസ്സുമുള്ള ടീച്ചറുടെ പിന്നിൽ അണിചേരാം. കൊടിയുടെ നിറം നോക്കാതെ ടീച്ചറിന് പിന്നിൽ നമുക്ക് പ്രവർത്തിക്കാം. ലോക മാധ്യമങ്ങൾ മുഴുവനും കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ശൈലജ ടീച്ചർ കാണിക്കുന്ന ആർജവത്തിനെ മാതൃകയാക്കുകയാണ്. ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കലിനൊപ്പവും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീൻഡ ആർഡിനോട് ഒപ്പവും ചേർത്ത് ശൈലജ ടീച്ചറെ അവർ വാഴ്ത്തുന്നു. നമ്മൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം ടീച്ചർ എന്ന് വിളിക്കുന്ന ഈ ആരോഗ്യമന്ത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ. അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. പോരാട്ട വീര്യം ഒട്ടും ചോരാതെ എന്നും ഈ സഖാവിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം.